ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് റേറ്റിംഗ് സ്കെയിൽസ്. റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സംഭവത്തിനെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതിൻ്റെ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ റേറ്റ് ചെയ്യുന്നു. അത് എപ്പോഴും എന്തായിരിക്കണം, അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇംപാർഷ്യൽ ആയിരിക്കണം. എന്താണോ അവരെ കാലിബർ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ റേറ്റിംഗ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് ആ ആറ്റിറ്റ്യൂഡിൻ്റെ എന്നുള്ളതാണ് റേറ്റിംഗ് സ്കെയിൽസിൽ നമ്മൾ പ്രധാനമായിട്ടും മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ എടുത്ത് നമ്മൾ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഒരു കസ്റ്റമർ എടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഒരു ടി വിൻ്റെ മോഡൽ കൊടുത്തിട്ട് എന്താണ് അതിൻ്റെ റേറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും അത് ആ ഒരു കസ്റ്റമർ പറയുക. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ, അതുപോലെ തന്നെ എംപ്ലോയീസ്, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പെർഫോമൻസിൻ്റെ അപ്രൈസൽ, ഇതിനൊക്കെയാണ് നമ്മൾ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റിംഗ് സ്കെയിൽസ് ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ്, ഇതിൽ ഈ ഒരു സ്കെയിലിങ്സ് പ്രധാനമായിട്ട് 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ 4 എണ്ണത്തിൽ ഫസ്റ്റ് വൺ ആണ് ഡിച്ചോട്ടോമിയസ് സ്കെയിൽ. ഈ ഒരു സ്കെയിലിനകത്ത്, ഡിച്ചോട്ടോമിയസ് സ്കെയിലിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ബൈക്കുണ്ട്, ഒരു എക്സാമ്പിളാണ് ഹാവ് എ ബൈക്ക്. അപ്പം അതിന് യെസ് അല്ലെങ്കിൽ നോ, ഇത്തരത്തിലുള്ള എസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഡിച്ചോട്ടോമിയസ് സ്കെയിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് കാറ്റഗറി സ്കെയിൽ. കാറ്റഗറി സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു സിംഗിൾ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് വേർ ഡു യു റിസൈഡ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, പാലക്കാട്, മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്കെയിലായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ലിക്കേർഡ് സ്കെയിൽ. ലിക്കേർഡ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐറ്റത്തിൻ്റെ അനാലിസിസാണ് ഇതിനകത്ത് വരുന്നത്. ഓരോ ഐറ്റം എങ്ങനെയാണോ ആ ഐറ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലിക്കേർഡ് സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ലിക്കേർഡ് സ്കെയിലിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു കൺസ്ട്രക്ട്. ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചും കൂടി റിലയബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് തേർഡ് വൺ ആണ്, ദിസ് സ്കെയിൽ പെർമിറ്റ് ദ യൂസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഈസ് നോട്ടീസബിളി റിലേറ്റഡ് ടു ദ ആറ്റിറ്റ്യൂഡ് ബീയിങ് സ്റ്റഡീഡ്. നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ പഠിക്കുന്നത് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിതിൽ എഴുതാനുള്ള പെർമിഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ്, ഇറ്റ് ക്യാൻ ബി ഈസിലി യൂസ്ഡ് ഇൻ റെസ്പോണ്ടൻറ്റ് സെൻറ്റേർഡ് ആൻഡ് സ്റ്റിമുലസ് സെൻറ്റേർഡ് സ്റ്റഡീസ്. റെസ്പോണ്ടൻറ്റും അതുപോലെ തന്നെ സ്റ്റിമുലസും. അപ്പോൾ ഇത് നിങ്ങൾ മുന്നേ ഓർഗനൈസേഷൻ ബിഹേവിയറിലൊക്കെ പഠിച്ചിട്ടുണ്ടാവേണ്ട ടോപ്പിക്കാണ്. റെസ്പോണ്ടൻറ്റിൻ്റെ സെൻറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്ന ആളെ എത്രത്തോളം അയാൾ റെസ്പോണ്ട് എന്താണോ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ സ്റ്റിമുലസ്, ഇപ്പം ഒരു നായേനെ കാണിച്ചിട്ട് നമ്മൾ ബീഫ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നായൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്ന ഒരവസ്ഥ, അത്തരത്തിലുള്ള അതിന് നമ്മൾ സ്റ്റിമുലസ് പറയും. അപ്പോൾ ഇത് കാണുമ്പോൾ അതിന് വെള്ളം വരുന്നു, ആ ഒരു സിറ്റുവേഷൻ, അത്തരത്തിലുള്ള ആ ഒരു സ്റ്റിമുലസ് സെൻറ്റേർഡ് ആയിട്ടുള്ള സ്റ്റഡീസും ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ്, ലെസ് ടൈം ഈസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് ദിസ് സ്കെയിൽ. ഇതിന് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ സമയം മതി. കാരണം ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് റിസർച്ച് സ്റ്റുഡൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഈ ഒരു സ്കെയിലിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, with the help of the scale, a researcher is able to examine whether the respondents are more or less favorable to the topic, but it is not able to tell how much more or less they are. നമുക്ക് ഇതിൽ കൂടുതലായിട്ട് റെസ്പോണ്ടൻറ്റിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മോർ അല്ലെങ്കിൽ ലെസ് ഫേവറബിൾ എന്ന് പറയാൻ പറ്റും. പക്ഷേ എത്രത്തോളം ആ മോർ എത്ര വരുന്നുണ്ട് അല്ലെങ്കിൽ ലെസ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. അതാണ് ഒരു ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, there is no basis to believe that the 5 position indicated on the scale are equally spaced.
ബേസ്ഡ്. നമുക്ക് ഈ ഒരു ലിക്കേർഡ് സ്കെയിലിനകത്ത് പറയുന്ന 5 പൊസിഷൻസിൽ എവിടെയാണെന്നുള്ളത് ഒരു പ്രത്യേക ബേസ് ചെയ്തുകൊണ്ടല്ല എന്ത് പറയുന്നത്, ഈ ലിക്കേർഡ് സ്കെയിലിൻ്റെ 5 പൊസിഷൻസിൽ കറക്റ്റായിട്ട് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് പറയുന്നത്. Then next third one, the total score of an individual respondent has little clear meaning since a given total score can be secured by a variety of answer patterns. നമുക്ക് ഒരു റെസ്പോണ്ടൻറ്റിൻ്റെ ടോട്ടൽ സ്കോറിനെ നമുക്ക് എന്താണ് അത്ര തന്നെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പാറ്റേൺസുകൾ നമുക്ക് ഈ ഒരു പലതരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസും അതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൻസർ പാറ്റേൺസും വരുമ്പോൾ നമുക്ക് ടോട്ടൽ സ്കോർ ഒന്നിൻ്റെത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മെൻഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് 3 സ്കെയിൽസ് പറഞ്ഞു, അതിൽ മൂന്നാമത്തത് പറഞ്ഞു, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. മൊത്തം 4 എണ്ണമാണ് വരുന്നത്. അതിലെ 4ാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് വണ്ണാണ് സെമാൻറ്റിക് സ്കെയിൽ. സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കെയിൽ കൂടുതലായിട്ട് വാക്കുകളാണ്, നമ്പർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ വാക്കുകൾ, വേർഡ്സാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു ആറ്റിറ്റ്യൂഡിനൽ സ്കെയിലായിട്ടും കൂടിയാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസ്പോണ്ടൻസിൻ്റെ ഫീൽ, അപ്പോൾ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ആ ഒരു ലേബൽ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ഫീലാണോ വരുന്നത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് വേറൊരു സംഭവം വരുന്നത്, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സെമാൻറ്റിക് സ്കെയിലിൻ്റെ ഒരു സൈഡിൽ ഒരറ്റത്തായിട്ട് നമ്മൾ അഡ്ജക്റ്റീവ്സ്, ബൈപോളാർ അഡ്ജക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്നാണ്. അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡിഫറൻഷ്യൽ സ്കെയിൽ, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ പിക്ചറൈസേഷൻ ഫോം നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇന്നെടുത്തത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽസ് ഏതൊക്കെയാണ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽസും ആണ് പറഞ്ഞത്. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്ന ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽ. എങ്ങനെയാണ് സ്കെയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഫേവറബിളായിട്ടും അൺഫേവറബിളായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അത് ചിലപ്പോൾ ഈക്വൽ ആകാം, ചിലപ്പം അതിൽ പല ഡിഫറൻസും സംഭവിക്കാം, പക്ഷേ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് വേർഡിങ്. വേർഡിങ് മീൻസ് നമ്മൾ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ഫോം ചെയ്ത് എഴുതണം. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ അത് എഴുതാൻ. അപ്പോൾ കോംപ്ലെക്സ് സെൻറ്റൻസ് ഉണ്ടാവും, ആംബിഗ്യുവസ് വേർഡ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സെൻറ്റൻസസ് ചിലപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല ഫേസസ് യൂസ് ചെയ്തിട്ട് ഇമോഷൻസും ഫിയറും അതുപോലെ തന്നെ ഫീലിങ്സും ഹോപ്സും വിഷസും എല്ലാം ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു വേർഡ്സുകൾ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ. മൂന്നാമത്തതാണ് പൈലറ്റ് സ്റ്റഡി. പൈലറ്റ് സ്റ്റഡി എന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് പൈലറ്റ് സ്റ്റഡി എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ കഴിഞ്ഞ വാല്യൂഷൻ ക്യാമ്പിനകത്ത് വന്നിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എന്താണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പൈലറ്റ് പഠിക്കുന്ന സ്റ്റഡി അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ദ കളക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് the next step is the administration a trial set. അതായത് ഈ ഒരു ഡാറ്റാസൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രയലായിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു കാര്യത്തെ നമ്മൾ ചെയ്തു നോക്കുന്നത്. അതായത് ഈ സ്കെയിൽസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രയലായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. എന്തൊരു പ്രോസസ്സ് ചെയ്യുമ്പോഴും അതിൻ്റെ മുൻകൂട്ടിയിട്ട് അതിൻ്റെ ഒറിജിനൽ പ്രോസസ്സിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളൊന്ന് ട്രയൽ ചെയ്ത് നോക്കില്ല, ആ ഒരു സ്റ്റെപ്പാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ സ്ക്രൂട്ടണി ആൻഡ് എഡിറ്റിംഗ്. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സ്ക്രൂട്ടണിങ് ചെയ്യുക, അതിനെ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യുക. എന്നിട്ട് എന്തൊക്കെ സ്യൂട്ടബിലിറ്റീസ്, എന്തൊക്കെ അപ്രോപ്രിയേറ്റ്സ് എന്തൊക്കെയെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ടൻസിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്, വാട്ട് ലൈക്ക് ഡു നോട്ട് നൗ, ഇപ്പോൾ ഇല്ലാത്ത എന്താണ്, എന്തൊക്കെയാണ് അൺസർട്ടൈൻ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കറക്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള, എന്തൊക്കെ ഫോൾട്ട്സുകളാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കെയിൽ ഉണ്ടാക്കുമ്പോൾ സ്കെയിലിൽ എന്തൊക്കെ എഡിറ്റിംഗ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ക്രൂട്ടണിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്കെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന 5 സ്റ്റെപ്സ് എന്ന്, സോറി 5th സ്റ്റെപ്പും കൂടി ഉണ്ട്. 5th സ്റ്റെപ്പിനകത്ത് ഇത് റിപ്പീറ്റേഷനാണ് മേലുള്ളത്, അത്
മൈൻഡ് ചെയ്യേണ്ട. ദെൻ 5th സ്റ്റെപ്പാണ് ഫൈനൽ സെലക്ഷൻ. ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓക്കെ ആണെന്നുള്ളത് മൊത്തത്തിൽ യൂണിവേഴ്സിലേക്ക്, അതായത് പുറത്തുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കലാണ് ഈ ഒരു ഫൈനൽ സെലക്ഷൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള 5 സ്റ്റെപ്സ്, സ്കെയിൽസ് ഉണ്ടാക്കാനുള്ള 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ടായിരിക്കും വീണ്ടും വരിക. ഓക്കെ, ബൈ.